വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ തിരുവചനങ്ങൾ. തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഉപമ പറയുകയും. അപ്പോൾ തീർച്ചയായും നമുക്ക് വേണ്ടി കൂടിയാണ് ഈ ഉപമ. സ്വയം വലുതെന്ന് കരുതുകയും മറ്റുള്ളവരെ ചെറുതായി കാണുകയും ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടോ എന്ന് നോക്കണം. 2 പ്രശ്നമാണിവിടെ. ഒന്ന്, സ്വയം നീതിമാനാണെന്ന ധാരണയിൽ കഴിയുന്നു. അത് പലപ്പോഴും തെറ്റിദ്ധാരണ തന്നെയാണ്. കാരണം നമ്മൾ നീതിമാന്മാരെന്ന് പറയേണ്ടത് മറ്റുള്ളവരാണ്, നമ്മളല്ല. 2, മറ്റുള്ളവരെ പുച്ഛിക്കുന്ന സ്വഭാവം. മറ്റുള്ളവർ എന്താണെങ്കിലും അവരെ നമ്മൾ പുച്ഛിക്കുന്നത് എന്തിനാ? അവരെ പുച്ഛിക്കാൻ നമുക്ക് എന്ത് അവകാശമുള്ളത്? നമ്മുടെ സ്വഭാവത്തിലെ ഇത്തരം വൈകല്യങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ നല്ലവരായി ജീവിക്കാനുള്ള മാർഗം. അതിലെല്ലാം ഉപരിയായി ഓരോ നിമിഷവും അനുതപിച്ച് പ്രാർത്ഥിക്കുക. ചുങ്കക്കാരൻ നീതീകരിക്കപ്പെടുന്നത് അനുതാപത്തോടെയുള്ള പ്രാർത്ഥന മൂലമാണ്. നമ്മെ ജീവിക്കുന്ന കർത്താവായ ശരീരവും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും നീക്കും.